ഇഫ് യു ആർ എ ഗായ്, ഈ രണ്ട് കൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കണം. ദ മെയിൽ അഡ്വാൻറ്റേജ് ആൻഡ് ദ മെയിൽ ട്രാപ്പ്. സാധാരണ ആൾക്കാർ എങ്ങനെ ജീവിക്കാൻ പറഞ്ഞത്, ദേ ഡോണ്ട് കെയർ അബൌട്ട് ഫിസിക്കൽ ഓർ മെന്റൽ ഹെൽത്ത്. ദേ ബിലീവ് 20s ആർ ഫോർ എൻജോയിങ്. അവർക്കൊരു പർപ്പസും ഉണ്ടാവില്ല. ദേ യൂസ് ഡ്രഗ്സ്. ദേ ഡോണ്ട് ഹാവ് എനി ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. ഹാവ് ലൂസർ ഫ്രണ്ട്സ്. ഓരോ ഫ്രണ്ട്സ് ഒക്കെ ലൂസേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ പേഴ്സണൽ ഗ്രോത്തിനൊന്നും അവർക്കൊരു ബിലീഫ് ഉണ്ടാവില്ല. അങ്ങനെ ആയിരിക്കും ഓരോ 20s ഓല് ജീവിക്കേണ്ടാവുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഓരോ 30s ദർ ലൈഫ് വിൽ സക്ക്. ഓല ഒന്നില്ലെങ്കിൽ ഒബീസ് ആയിരിക്കും, അല്ലെങ്കിൽ സ്കിന്നി ആയിരിക്കും, അവർക്ക് ബാഡ് മെന്റൽ ഹെൽത്ത് ആയിരിക്കും ഉണ്ടാവുക. ദേ വോണ്ട് ഹാവ് എനി മണി. ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാൻ തുടങ്ങും. ദേ ലുക്ക് വേ ഓൾഡ് ആൻഡ് അഗ്ലിയർ. അവർക്കൊരു ഡ്രൈവ് ഉണ്ടാവില്ല, ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. എന്നാൽ അതേസമയം നിങ്ങൾ 20s നിങ്ങൾ യൂസ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ, യു ലിഫ്റ്റ് ഫോർ ഇയേഴ്സ്, യു ഗെറ്റ് 7 to 9 hours ഓഫ് സ്ലീപ്പ് റെഗുലർലി, യു ലേൺ ഫൈനാൻഷ്യൽ ഗെയിം, നിങ്ങളെ മെന്റൽ ഹെൽത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഹൈ പ്രോട്ടീൻ ഹൈ ഫാറ്റ് ഡയറ്റ് കഴിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സ്ട്രോങ് പർപ്പസ് അല്ലെങ്കിൽ മിഷൻ ഉണ്ട്, ആൻഡ് യു ആൾസോ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ഹൈ അച്ചീവേഴ്സ്. അങ്ങനെയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 30s വിൽ ബി യുവർ പ്രൈം. എല്ലാ സംഭവങ്ങളും എല്ലാം കോമ്പൗണ്ട് ആവുന്ന ഒരു സമയമായിരിക്കും അത്. നിങ്ങൾ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോളിവുഡ് മൂവീസ്, മാസ്കുലിൻ മൂവീസിലൊക്കെ ആക്ടേഴ്സിനെ ശ്രദ്ധിച്ചാൽ മതി. ട്രോയിൽ ബ്രാഡ് പിറ്റ്, മിഷൻ ഇമ്പോസിബിൾ ടോം ക്രൂസ്, അതുപോലെ തന്നെ ജെയിംസ് ബോണ്ട് ആയിട്ട് നമ്മുടെ ഡാനിയൽ ക്രെയ്ഗ്, ഇവരൊന്നും ആക്ട് ചെയ്തിട്ടുള്ള 22-ാം വയസ്സിലോ 23-ാം വയസ്സിലൊന്നല്ല, പകരം ഒരു മിഡ് 30s ലേറ്റ് 30s സോ ആ ഒരു ടൈം ആകുമ്പോഴത്തേനും ഇഫ് യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്, നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ ആണെന്നുണ്ടെങ്കിലും, മസിൽ മെച്യൂരിറ്റി ആണെങ്കിലും, ഇമോഷണൽ ഇന്റലിജൻസ് ആണെന്നുണ്ടെങ്കിലും, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണെന്നുണ്ടെങ്കിലും, ഡിസിപ്ലിൻ ആണെന്നുണ്ടെങ്കിലും, കോൺഫിഡൻസ് ആണെന്നുണ്ടെങ്കിലും, കോമ്പറ്റൻസ് ആണെങ്കിലും, സോഷ്യൽ ഇന്റലിജൻസ് ആണെങ്കിലും ഒക്കെ കോമ്പൗണ്ട് ആവുന്ന ഒരു ടൈമേ കയറും. അപ്പോൾ അധികം ആൾക്കാർ വിചാരം എന്ന് പറഞ്ഞാൽ 20s ഒക്കെ ഫിഗർ ഔട്ട് ചെയ്യുന്നതാണ്. അല്ല, നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും പീക്ക് വരെ അറൗണ്ട് 30 years ആകുമ്പോഴാണ്. സോ രണ്ട് ലൈഫും ഹാർഡ് തന്നെയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് ഈസിയാണ്, അതിന് വരാൻ പോകുന്ന ലേറ്റർ ലൈഫ് എന്ന് പറയുന്നത് ഹാർഡാണ്. എന്നാൽ മെയിൽ അഡ്വാൻറ്റേജിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് ഡിഫിക്കൽട്ടാണ്, പക്ഷെ അവിടുന്ന് വരാൻ പോകുന്ന ലൈഫ് ബെറ്റർ ലൈഫ് ആയിരിക്കും. സോ ചൂസ് യുവർ ഹാർഡ്.